ഹായ് എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റീസെന്റ് അപ്ഡേറ്റ് ചെയ്ത് വന്ന എക്സ്റ്ററിന്റെ ഓട്ടോമാറ്റിക് ബേസ് വേരിയന്റ് ആയിട്ടുള്ള HX3 വേരിയന്റ് ആണിത്. എക്സ്റ്ററിനും ചെറിയൊരു പ്രൈസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഹ്യുണ്ടായുടെ എല്ലാ വാഹനങ്ങൾക്കും ഈ ജൂൺ മന്ത് ഓൺവേർഡ്സ് പ്രൈസ് അപ്ഡേറ്റ് അവൈലബിൾ ആണ്. പക്ഷേ എക്സ്റ്ററിന് നിങ്ങൾക്കിപ്പോൾ 40,000 രൂപ വരെ ഓഫർ ലഭിക്കുന്നുണ്ട്. അതിൽ 30,000 രൂപ വരെ സ്ട്രേറ്റ് അവേ ക്യാഷ് ഡിസ്കൗണ്ട് ആണ്, 10,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ്. അത് കൂടാതെ നിങ്ങൾക്ക് 100% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. ചെറിയ ബുക്കിംഗ് എമൗണ്ട് എന്തെങ്കിലും കൊടുത്ത് വാഹനം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 1 രൂപ പോലും മുടക്കാണ്ട് വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസ് വരുന്നുണ്ട്. പെർ ലാക്കിന് 1,650 രൂപ വെച്ചിട്ട് വരുന്നുള്ളൂ. ഈ EMI ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സിബിൽ സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇത് നമ്മളുടെ ഗ്രാൻഡ് ഐറ്റൻ നിയോസിനും i20ക്കും അവൈലബിൾ ആണ്. അപ്പോൾ എക്സ്റ്ററിന്റെ അപ്ഡേറ്റ് ചെയ്ത് വന്ന ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, അത് എല്ലാ വേരിയന്റുകളുടെയും പ്രൈസ് നോക്കാം. ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. എക്സ്റ്ററിന്റെ ഓട്ടോമാറ്റിക് ബേസ് വേരിയന്റ് ആയിട്ടുള്ള HX3 വേരിയന്റ് ആണിത്. HX2 എന്ന് പറഞ്ഞാൽ നമുക്ക് മാനുവലിലുള്ള ബേസ് വേരിയന്റ് അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് നോക്കുന്നവർക്കും ഈ വേരിയന്റ് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് ഒറ്റ നോട്ടത്തിൽ ഒരു ബേസ് വേരിയന്റ് ആണെന്ന് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഈ ഒരു ഗ്രില്ല് കാര്യങ്ങളെല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. താഴത്തെ ഈ ഒരു ക്രോം എലമെന്റ് നമുക്ക് അല്ലെങ്കിൽ ഒരു സിൽവർ ഫിനിഷ് നമുക്ക് എല്ലാ വേരിയന്റുകളും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ആ ബമ്പറിൽ വരുന്നത് നമുക്ക് 180 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഇപ്പോൾ ഫ്രണ്ടിൽ ആ ഒരു എക്സ്റ്റർന്ന് എഴുതിയിരിക്കുന്ന ബാഡ്ജിങ് മാത്രം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഈ H ലോഗോ ഇതിനകത്ത് ഫംഗ്ഷനിലല്ല, ജസ്റ്റ് ആ ഒരു വൈറ്റ് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാലജൻ ഹെഡ്ലൈറ്റ് കാണാം. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ വരുന്നുണ്ട്. അതിനകത്ത് പാർക്ക് ലൈറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫോഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ബേസ് വേരിയന്റ് ആണെന്ന് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. വശങ്ങളിലേക്ക് വന്നാലും അതൊരു ബേസ് വേരിയന്റ് തന്നെയാണെന്ന് മനസ്സിലാവും. ആകെ ഒരു ഡിഫറൻസ് വരുന്നത് സ്മാർട്ട് ഓട്ടോമാറ്റിക് ആണെന്നുള്ളൊരു ബാഡ്ജിങ് ആണ്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 165/70R14 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളും ആണ്. വീൽ കപ്പ് ഒന്നും തന്നെ വരുന്നില്ല, ജസ്റ്റ് ഒരു വീൽ ക്യാപ്പ് മാത്രമാണ്. അതൊരു സിൽവർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. നമ്മൾ HX4+ വേരിയന്റോട് നമുക്ക് 15 ഇഞ്ച് വീൽസിലേക്ക് അത് അപ്ഗ്രേഡ് ആവുന്നുണ്ട്. വശങ്ങളിൽ ബ്ലാക്ക് ക്ലാഡിങ് ചുറ്റുപുറം പോകുന്നത് കാണാം. ഇവിടെ നമുക്കൊരു സിൽവർ ഫിനിഷ്, ഒരു സ്കിപ്പ് പ്ലേറ്റ് പോലെ ഒരു ലൈൻ പോലെ കൊടുത്തിരിക്കുന്നു. മിറേഴ്സ് നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിൽസും മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. റൂഫ് റെയിൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ബാക്കിൽ നോർമൽ ആന്റിനയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ പോർഷൻസിൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത് കാണാം. ബി പില്ലറും സി പില്ലറും എല്ലാം നമുക്ക് ബോഡി കളറിൽ തന്നെയാണ് വരുന്നത്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലെ ടെയിൽ ലൈറ്റ് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. പറഞ്ഞ പോലെ തന്നെ ബേസ് വേരിയന്റ് ആണെന്ന് ഫീൽ ചെയ്യും. കാര്യം ബാക്കിൽ ആ ഒരു സ്പോയിലർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബാക്കിൽ പ്ലെയിൻ ഗ്ലാസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. വൈപ്പർ വാഷർ സംഭവങ്ങളൊന്നുമില്ല. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ് അത് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കാണാം. ടെയിൽ ലൈറ്റ് നമുക്ക് LED ആണ്. അതിനകത്ത് സ്റ്റോപ്പ് ലൈറ്റ് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ് ഹാലജനാണ്. ബാക്കിൽ റിഫ്ലക്ടേഴ്സ് കാണാം. ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ആ ഒരു സിൽവർ ഫിനിഷിൽ ബാക്കിലും സ്കിപ്പ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. 2 പാർക്കിംഗ് സെൻസേഴ്സും ബാക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് ബാക്കിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. പാർസൽ ട്രേ കാര്യങ്ങളൊന്നും തന്നെ ഈ വേരിയന്റിൽ വരുന്നില്ല. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വേരിയന്റോട്ടേ കൊടുത്തിരിക്കുന്നു. വേറെ ബൂട്ട് ലൈറ്റ് സംഭവങ്ങളൊന്നും തന്നെ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. 397 ലിറ്റർ ആണ് ഇതിന്റെ ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. 391 ലിറ്റർ ആണ് ബൂട്ടിന്റെ കപ്പാസിറ്റി വരുന്നത്. സ്പെയർ വീല് നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിലാണ്. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ എക്സ്റ്ററിന്റെയും ഇന്റീരിയറിലെ കളർ ടോൺ കാര്യങ്ങൾ സിമിലർ ആണ്. ഒരു ബ്ലൂ ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ ക്രെറ്റയിലേക്ക് കണ്ടുവന്നിരുന്ന സെയിം ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള കീ ഈ വേരിയന്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോർ പാഡിലേക്ക് വന്നാൽ നമുക്ക് ഫ്രണ്ടിലെ 2 പവർ വിൻഡോന്റെ കൺട്രോൾസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് ഡൗൺ ഉണ്ട്, അപ്പിന്റെ ഓപ്ഷൻ വരുന്നില്ല. ഡോർ ഹാൻഡിൽസ് സിൽവർ ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. മിറർ മാനുവലി കൺട്രോൾ ചെയ്യേണ്ട ഓപ്ഷനാണ് വരുന്നത്. നമുക്ക് സ്പീക്കേഴ്സ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സീറ്റ് ഒരു സെമി ലെതറേറ്റ് സീറ്റുകളാണ് വരുന്നത്. വശങ്ങളിൽ ലെതർ ഫിനിഷും അടുത്ത് ഫാബ്രിക് ഫിനിഷും. ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡൽ കാണാം. ഇവിടെ ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. പിന്നെ നമുക്ക് ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാണാം. ഇനി അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം.
ഇത് HX3 സമ്മർ എഡിഷനാണ്. ഈ സമ്മർ എഡിഷനിലേക്ക് വന്നപ്പോൾ പ്രധാനപ്പെട്ട മാറ്റം വന്നിരിക്കുന്നത് നമ്മുടെ മ്യൂസിക് സിസ്റ്റം ഒഴിവായി എന്നുള്ളതാണ്. മ്യൂസിക് സിസ്റ്റം മാത്രമാണ് പോയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾസ് നമുക്ക് വരുന്നുണ്ട്, 4 സ്പീക്കർ വരുന്നുണ്ട്, റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട്. ഈ മ്യൂസിക് സിസ്റ്റം നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ഇതിനകത്ത് വന്നുകൊണ്ടിരുന്ന സിസ്റ്റം ആൻഡ്രോയിഡ് സ്ക്രീൻ ആയിരുന്നില്ല. നിങ്ങൾ ആക്സസറി ആയിട്ട് ചെയ്യുമ്പോൾ 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സ്ക്രീൻ ചെയ്യാനായിട്ട് പറ്റും. 15,000 രൂപയാണ് കോസ്റ്റ് വരുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന സ്ക്രീൻ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം നമുക്കതിൽ ഫംഗ്ഷൻ ചെയ്യും. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേരിയൻറ്റിനും സിമിലർ സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. താഴത്തെ പോർഷൻസ് എല്ലാം നമുക്കൊരു ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. 4 സ്പോക്കാണ്. ഇടതുവശത്തായിട്ട് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഈ സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻസ് ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇടതുവശത്ത് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റാണ്. എല്ലാ വേരിയൻറ്റിനും സിമിലർ ക്ലസ്റ്റർ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അതിനകത്ത് വരുന്നുണ്ട്. TPMS ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് HX4 തൊട്ടിട്ടാണ് വരുന്നത്. സ്പീഡോമീറ്റർ, RPM എല്ലാം നമുക്ക് ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ നമുക്ക് അതിനകത്ത് കാണാം. നിങ്ങൾ കാണുന്ന ഇൻഡിക്കേഷൻ ബാക്കിലെ ബൂട്ട് അടയാത്തതുകൊണ്ട് അതിൻ്റെ ഇൻഡിക്കേഷനാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു എംറ്റി സ്പേസ് ആണ് മ്യൂസിക് സിസ്റ്റം ആക്സസറി ആയിട്ട് ചെയ്യേണ്ടി വരും. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ AC കൺട്രോൾസ് കൊടുത്തിരിക്കും. മാനുവൽ AC കൺട്രോൾസ് ആണ് വരുന്നത്. നമുക്കിവിടെ ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, Type-C ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കും. 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കാണാം. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. നമ്മുടെ AMT ഗിയർ ലെവർ കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിൽ ആ ഒരു ബ്ലൂ ഫിനിഷിൽ തന്നെയാണ് അത് വരുന്നത്. നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നത്. മാനുവൽ ഹാൻഡ് ബ്രേക്ക്, സെൻറ്റർ ആം റെസ്റ്റ് ഒന്നും വരുന്നില്ല. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഫിക്സഡ് ഹെഡ് റെസ്റ്റോട് കൂടിയ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് മാത്രമേ ഉള്ളൂ, മിററൊന്നുമില്ല. മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സെൻറ്റർ മൗണ്ടറായിട്ടാണ് റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. നമ്മൾ ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. കൂൾഡ് ലൈറ്റ് ഫീച്ചർ ഒന്നും തന്നെ വരുന്നില്ല. ഇൻറ്റീരിയറിലെ കളർ ടോൺ നോക്കുകയാണെങ്കിലും ബ്ലൂ, ബ്ലാക്ക്, വൈറ്റ് കാണാൻ കൊള്ളാം എന്നുള്ളൊരു ഇൻറ്റീരിയറുമാണ്, അല്ലെങ്കിൽ ഒരു കളർ ടോണാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ഡോർ പാഡ് നമുക്ക് ഒരു ബ്ലൂയിഷ് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ബാക്കിലത്തെ വിൻഡോ കൺട്രോളുകൾ നിങ്ങളെ പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും. ഇവിടെ എല്ലാം നമുക്ക് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. AC വെൻസ് കാര്യങ്ങളൊന്നും തന്നെ ബാക്കിലേക്ക് വരുന്നില്ല. നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. 3 പേർക്ക് സുഖമായിട്ടിരിക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നിയർ റൂം കാണാം. കാലെല്ലാം അകത്ത് കയറ്റി വെച്ച് സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ഹെഡ് റൂം നോക്കുകയാണെങ്കിലും നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 15 സെൻറ്റിമീറ്റർ കൂടുതൽ സ്പേസ് ബാക്കിയുണ്ട്. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസാണ്. 3 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം. പാഴ്സൽ ട്രേ ആക്സസറി ആയിട്ട് ചെയ്യുക. സ്പ്രിംഗ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിന് ഹുക്ക് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. എക്സ്റ്ററിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയൻറ്റോടെ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് എല്ലാം എക്സ്റ്ററിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ ട്രൈഡ് ആൻഡ് സ്റ്റാർട്ടുള്ള 1.2 ലിറ്റർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിനാണ്. 83 HP പവറും 114 Nm ടോർക്കുമാണ് ഉത്പാദിപ്പിക്കുന്നത്. വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 5 സ്പീഡ് AMT ഗിയർ ബോക്സ്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 19.1 റിയൽ ലൈഫിൽ ഒരു 14-നും 16-നും ഇടയ്ക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ വാഹനത്തിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ പ്രൈസിൽ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി പ്രൈസ് അപ്ഡേറ്റ് വന്നതാണ്. പ്രൈസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുള്ളായി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അതല്ല, നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബറാണ്, വീഡിയോ യൂസ്ഫുള്ളായി തോന്നിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കമൻറ്റ് കാര്യങ്ങൾ രേഖപ്പെടുത്താം. പ്രൈസിൽ നമുക്ക് 40,000 രൂപയുടെ ഓഫർ അവൈലബിൾ ആണ്. സ്ട്രൈറ്റ് അവേ 25,000 രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ടും 10,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസുമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 100% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. നമ്മൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞിരുന്നു, ചെറിയൊരു ബുക്കിംഗ് എമൗണ്ട് എന്തെങ്കിലും കൊടുക്കുക. 10,000, 20,000 ബുക്കിംഗ് എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 1 രൂപ പോലും മുടക്കാതെ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസ് വരുന്നുണ്ട്. പെർ ലാക്കിന് 1,650 രൂപ വെച്ചിട്ടാണ് അടവ് വരുന്നുള്ളൂ. HX2 ബേസ് വേരിയൻറ്റ് പ്രൈസിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. 6,90,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഈ കാണുന്ന HX3 വേരിയൻറ്റ് നിങ്ങൾക്ക് 7 ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്. ഓഫറുകൾക്ക് ശേഷമുള്ള പ്രൈസാണ്. ഇനിയും HX3 AMT, ഇത് HX3യുടെ AMT വേരിയൻ്റാണ്. 7,90,500 രൂപയാണ് ഈ വാഹനത്തിന് പ്രൈസ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്ന വേരിയൻറ്റ് HX4 ആണ്. HX4ന് 8,20,000 രൂപ മാനുവലിനും HX4 പ്ലസ് ആണ് AMT വരുന്നത്. 9,15,000 രൂപ. ആ വേരിയൻ്റ് തൊട്ടാണ് നമുക്ക് സൺറൂഫ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ള വേരിയൻറ്റ് ചോദിക്കുകയാണെങ്കിൽ HX6 വേരിയൻ്റ് ആണ്. 9 ലക്ഷം രൂപയാണ് ആ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതിൻ്റെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 9,70,000 രൂപ. പിന്നെ
HX8 ആണ് അടുത്ത വേരിയൻറ്റ് വരുന്നത്. HX8 മാനുവൽ ആണെങ്കിൽ 9.5 ലക്ഷം രൂപയും അതിൻ്റെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 10.35. ടോപ്പ് എൻഡ് വരുന്നത് HX10 ആണ്. അതിനകത്ത് ഓട്ടോമാറ്റിക് മാത്രമേ ഉള്ളൂ. 10,70,000 രൂപയാണ് ആ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഈ എക്സ്ട്രാ എല്ലാം നമുക്ക് സമ്മർ എഡിഷൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ വരുന്ന വാഹനങ്ങളിലൊന്നും നമുക്ക് മ്യൂസിക് സിസ്റ്റം വരുന്നില്ല. പകരം നിങ്ങൾക്ക് 15,000 അഡീഷണൽ കൊടുക്കുകയാണെങ്കിൽ മ്യൂസിക് സിസ്റ്റം ഷോറൂമിൽ നിന്ന് പുറത്തു നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ഷോറൂമിൽ ചെയ്യാനുള്ള പ്രൈസാണ് 15,000 രൂപ. 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സ്ക്രീൻ. ഈ കണക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് അതിനകത്ത് ഫംഗ്ഷനിലാവും. അതല്ല നിങ്ങളൊരു 360 ക്യാമറയാണ് ആഡ് ഓൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് 9 ഇഞ്ചിൻ്റെ സ്ക്രീൻ തന്നെയാണ്. 38,000 രൂപയാണ് 360 ക്യാമറയുടെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹ്യുണ്ടായി റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഹ്യുണ്ടായി എന്നല്ല എക്സ്റ്റർ എന്നല്ല, ഹ്യുണ്ടായുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.